എല്ലാവരും എക്സൈറ്റഡ് ആണോ? ഞാൻ 2 ആഴ്ച ഉറങ്ങിയിട്ട്. എന്താണെന്നറിയാവോ, വിസ്മയം ഇങ്ങനെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ ഇവിടെ ബൈജു സാറ് പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെതായ എല്ലാ ആകുലതകളും എൻ്റെ ഉള്ളിലുണ്ട്. കാര്യം എന്താണെന്നറിയോ, വിസ്മയം തുടങ്ങുന്നത് ചേർത്തലയിൽ നിന്നാണ്. സീസൺ 1 അന്ന് ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് എനിക്ക് വിസ്മയം എന്താണെന്നൊന്നും അറിയില്ല, തുടക്കക്കാരിയാണ്. എനിക്ക് തോന്നുന്നു ATCയോ DTCയോ അങ്ങനെ ഏതോ റാങ്കിലാണെന്നാണ് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ആ പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ നല്ല സാരി മേടിക്കുക, പൂ വയ്ക്കുക, സുന്ദരിയായിട്ട് നിൽക്കുക, ഇതൊക്കെ മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളായിരുന്നു. പക്ഷേ ആ പ്രോഗ്രാം തുടങ്ങി അതിൻ്റെ വൈൻഡപ്പ് സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതാളെ കയറ്റിയിരുത്തേണ്ട പരിപാടിയായിരുന്നു, നമ്മൾ ഒരുങ്ങിക്കേണ്ട പരിപാടി അല്ലായിരുന്നു. പല ആളുകളും ഇന്നിരിക്കുന്നത് അതേ മൈൻഡ് സെറ്റോടുകൂടിയാണ് അല്ലേ? സത്യമായിട്ട് എത്ര ആളുകൾ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി ഇരിക്കുന്നുണ്ട്? പുതിയ ചുരിദാർ വാങ്ങിയവരും പുതിയ പാൻറ്റും ഷർട്ടും വാങ്ങിയവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ശരിക്കും നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ നല്ല ചുരിദാറോ സാരിയോ അവിടെ ഇട്ടിട്ട് വെറുതെ കാഴ്ചക്കാരായി അവിടെ പോയി ഇരുന്നാൽ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് തന്നെ എന്ത് തോന്നും? കുറ്റബോധം തോന്നും. ആരോട്? നമ്മളോട് തന്നെ. കാര്യം എന്താണെന്നറിയോ, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ, നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ, നമ്മളെക്കാൾ ജീവിത സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്ന പല ആളുകളും അവിടെ റാങ്ക് അടിച്ച് കയറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സെൽഫ് ഈഗോ ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊന്നും സെൽഫ് ഈഗോ ഇല്ലാത്ത ആളാണോ? പക്ഷെ അന്നേരം ആ സീസൺ 1 തുടങ്ങിയ സമയത്ത് എനിക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ സീസൺ 2, സീസൺ 3, സീസൺ 4 ഇന്ന് 5 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലുടനീളം ടീമുള്ള ഒരു ലീഡറായിട്ട് മാറാൻ ആ ഒരു സീസൺ 1 പ്രോഗ്രാം എന്നെ സഹായിച്ചിട്ടുള്ളതാണ്. അന്നൊരു പക്ഷേ ഞാൻ ആരെയും കാര്യമായിട്ട് കയറ്റിയില്ലല്ലോ, 5 പാസ് എടുത്തിട്ട് ഞാൻ അവിടെ വന്ന് നിന്നല്ലോ, കുറേ ആളുകൾ റെക്കഗ്നേഷൻ ഏറ്റുവാങ്ങിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവുമായിരുന്നു. പല ആളുകളും അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ സമയമാണല്ലേ, ആരൊക്കെയോ കായലി ചാടി സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ വാർത്ത കേട്ടില്ലേ? കേട്ടോ നിങ്ങൾ? ജയിക്കാത്തത് കൊണ്ട് സൂയിസൈഡ് ചെയ്തു. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, ഇനിയും മത്സരിച്ചാൽ വിജയിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ആർക്കാ വേണ്ടേ? ഉണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡർ വിളിച്ചപ്പോൾ ആ ലീഡർ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് നിങ്ങളോട് പറയാം, എനിക്ക് അച്ചീവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. എനിക്ക് അച്ചീവ്മെൻ്റ് ഇല്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? എൻ്റെ ലീഡറുടെ കുഴപ്പമാണോ? അനൂപ് സാറിന്റെ ശരൺ സാറിന്റെ കുഴപ്പമാണോ എനിക്ക് റാങ്ക് ഇല്ലാത്തത്? ആരുടെ കുഴപ്പമാണ്? എൻ്റെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും കച്ചവടം വെച്ചാൽ മാത്രമേ കമ്പനി എന്ത് തരുള്ളൂ? ഇൻകം തരുള്ളൂ, റാങ്കും തരുള്ളൂ. എനിക്ക് അച്ചീവ്മെന്റ് ഇല്ല. പക്ഷെ അദ്ദേഹം ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും പുതിയ 5 അച്ചീവേഴ്സ് ഉണ്ടായ ഒരു ലീഡറാണ് പറയുന്നത് എനിക്ക് അച്ചീവ്മെന്റ് ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ ഇത് തുറന്നു പറയുന്നത്? പല ആളുകളും ഈ മൈൻഡ് സെറ്റോടുകൂടി ഇരിപ്പുണ്ട്. ഞാൻ STC ആയിട്ട് കയറിയല്ലേ, എന്തിനാ ഇനി STC ആയിട്ട് കയറുന്നേ? പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. കാരണം 2018 ഇവിടെ ചാൾസ് സാർ സൂചിപ്പിച്ചതുപോലെ 2018 ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ 2,10,000 വാങ്ങുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി അച്ചീവർ ആയത്. എന്താണെന്നറിയാമോ, ഞാൻ പല വേദികളിലും പറയാത്ത കാര്യമാണ്, എന്നാലും ഈ വിസ്മയം അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം. നമ്മളുടെയൊക്കെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള മുബീൻ മുഹമ്മദ് സാറ് പലപ്പോഴും വേദിയിൽ കയറി നിൽക്കുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുമെങ്കിലും നിങ്ങളെപ്പോലെ ഒരു കാഴ്ചക്കാരിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കുഴപ്പമാണ്, സാർ എപ്പോൾ കയറി നിന്നാലും അനീഷ്, അനൂപ്, ശരൺ, മിഥുൻ, നിതിൻ, ഈ 5 പേരുകൾ സാറ് നിരന്തരം ഇങ്ങനെ വിളിച്ചു കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ വെക്കണതും BV അല്ലേ? ഈ പുള്ളി എന്താ എൻ്റെ പേര് വിളിച്ചു പറയാത്ത? തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? നമ്മൾ കുറെ വോളി വയ്ക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് 2018 കോഴിക്കോട് ഒരു ഭ്രമരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമില് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് ആഴ്ചയിൽ 2,10,000 വാങ്ങുന്ന ആളുകളെ ആയിരിക്കും അല്ലേ? ഇപ്പൊ സാറ് പറഞ്ഞത് ലാസ്റ്റ് സമയത്ത് 35,000 വോളിയം വെച്ചാലും സ്റ്റേജിൽ കയറും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ലീഡർമാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പണിയാണ്. തീർച്ചയായിട്ടും ഞാനും ചിന്തിച്ചിരുന്നതാണ്, ബാലിശമായ ചിന്തയാണ്. കാര്യം ലീഡർമാർക്ക് നമ്മുടെ 35,000 കിട്ടിയിട്ടൊന്നും വേണ്ട. ഈ ഇരിക്കുന്ന ഇത്രയും ആളുകളുടെ വോളിയൊക്കെ വാഷൗട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സാണ് ഇവിടെ നിൽക്കുന്ന പല ലീഡേഴ്സും. നമ്മുടെ കച്ചവടം വെച്ചിട്ടൊന്നും അവരുടെ വീട്ടിൽ അരി മേടിക്കാനൊന്നും അല്ല
അവർ പറയുന്നത്. പക്ഷേ ഞാനും ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ട്. കാര്യം എൻ്റെ അടുത്ത സുഹൃത്താണ് എന്നെ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത്. അദ്ദേഹം എല്ലാ ആഴ്ചയും റീപർച്ചേസ് ചെയ്യാൻ 10,000 വോളിയം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിനക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നെ കൊണ്ട് 10,000 ചെയ്യിപ്പിക്കും. ശരിയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കണ്ടേ, 2,10,000 എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നിതിൻ ബാബു വാങ്ങിയ ആഴ്ചയിലും ശരൺ സാറിനും എന്തേ കിട്ടിയുള്ളൂ? 2,10,000 മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി ഞങ്ങളുടെ 2 സൈഡിലെ 17 ലക്ഷം എന്ത് പറ്റി? വാഷ് ഔട്ടായി പോയതാണ്. അത്ര അറിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊരു പ്രോഗ്രാമിന് എടുക്കേണ്ട രീതി. പിന്നെ അടുത്തൊരു സംശയമാണ്, 500 രൂപ വേണ്ടേ? 500 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ലോൺ അടയ്ക്കായിരുന്നു. 500 രൂപ കൊണ്ട് ലോൺ അടച്ചെങ്കിൽ നമ്മൾ ആ അടച്ചുകൊണ്ടിരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ലൈഫിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ഭ്രമരത്തിന് അദ്ദേഹം എൻ്റെ പേരൊന്ന് വിളിച്ചു പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റേജിൽ കയറുന്നത് 2,10,000 മേടിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ വേദിയിൽ മാത്രമല്ല, എറണാകുളത്ത് നിന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ ഭാഷയിലും പറഞ്ഞു, കേരളത്തിൽ 2,10,000 വാങ്ങുന്ന ഒരു ലേഡി അച്ചീവർ ഭ്രമരത്തിന് ഉണ്ടാവും എന്ന് പറഞ്ഞു. ജാമ്പോ പെട്ട് എന്താ പിന്നെ 2,10,000 അടിക്കാണ്ട് പോകാൻ പറ്റുമോ? അങ്ങനെ സത്യം പറഞ്ഞാൽ ഓടിപ്പാഞ്ഞ് നടന്ന് ഇത്രയും ഫെസിലിറ്റികളൊന്നും ഇല്ലാത്ത 2018 17 അപ്പുറത്തും 17 ഇപ്പുറത്തും വെച്ചിട്ട് 2,10,000 മേടിച്ചു. ആയിരത്തിന് കഷ്ടപ്പാടൊന്നുമില്ല. നിങ്ങളൊരു ഫോണിന്റെ മുമ്പിലിരുന്ന് 10,000-ഓ 20,000-ഓ 1,00,000 PVO നിങ്ങളുടെ PUCയിലേക്ക് അയച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം വരൂലേ? ഞങ്ങളൊക്കെ ആ സീലിങ്ങിന്റെ പ്രോഡക്റ്റ് എടുത്തത് തമിഴ്നാട്ടിൽ പോയാ. കാര്യം കേരളത്തില് ഔട്ട്ലെറ്റ് ഇല്ല. എവിടെയുള്ളൂ? തമിഴ്നാട്ടിലേ ഉള്ളൂ. ഈ വണ്ടിക്കാശ് മുടക്കി 3 കാറിൽ പോയിട്ടാണ് ആ സീലിംഗ് അടിച്ച പ്രോഡക്റ്റ് ഞങ്ങൾ എടുക്കുന്നത്. അത്രയും കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിസ്മയം നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണെന്ന് ഇന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? വിസ്മയത്തിന്റെ സ്റ്റേജിൽ കയറാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേ കുറേ ആളുകൾ നമ്മൾ നോക്കുന്നുണ്ട് ഇല്ലേ? കുറേ ആളുകൾ സന്തോഷം കൊണ്ട് നോക്കുന്നവരുണ്ട്, കുറച്ച് ആളുകൾ അസൂയയോടുകൂടി നോക്കുന്നവരുണ്ട്, കുറച്ച് ആളുകൾ എന്താ പറയുക സങ്കടം കൊണ്ട് നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുക എവിടെ കയറി നിൽക്കണം? അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഒന്ന് നല്ല കയ്യടി അടിച്ചേ. ആർക്ക് വേണ്ടിയാ? ഇനി ആ ഫോട്ടോ ഒക്കെ എടുത്തേ സ്റ്റാറ്റസും പ്രൊഫൈലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പില്ലേ, നമ്മൾ ചെന്നിട്ട് നമ്മുടെ ഇന്ന് പ്രോഡക്റ്റ് മേടിക്കാത്തവൻ അന്ന് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങുമോ? എടാ, എന്നിട്ട് അവർക്ക് മറുപടിയാണ്, നീയൊന്നും എൻ്റെ കൂടെ വന്നില്ലെങ്കിലും ഞാൻ എമ്മയിലൊരു വിജയിയായി എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന 2026 ആദ്യത്തെ പ്രോഗ്രാമാണ് വിസ്മയം എന്ന് ആലോചിച്ചുകൊണ്ട് ഇന്നലെ വരെ പോയത് വിട്ടുകളയുക. ഇനിയുള്ള 10 ദിവസം നിങ്ങൾ കാര്യക്ഷമമായി ഇറങ്ങുക. നിങ്ങളോടൊപ്പമുള്ള ആളുകളെ, നിങ്ങളുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ നിരന്തരം 24-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ എന്ത് ചെയ്യുക? വിളിച്ചുകൊണ്ടിരിക്കുക. ആ ഒരാളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവരും വിസ്മയത്തിന്റെ വേദിയിൽ കാണട്ടെ എന്ന് ഹൃദ്യമായി സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് മൈലേശ്വർ. താങ്ക് യു. Thank you, Ma'am.